ഓസ്ട്രേലിയൻ പൊതുതിരഞ്ഞെടുപ്പിൽ ആന്റണി ആൽബനീസിന്റെ ലേബർ പാർട്ടിക്ക് വൻ വിജയം. പ്രതിപക്ഷമായ ലിബറൽ പാർട്ടി വൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. നേതാവ് പീറ്റർ ഡ്യൂട്ടൺ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തകരോട് മാപ്പ് പറഞ്ഞു. വർഷത്തിനിടെ ഓസ്ട്രേലിയയിൽ തുടർച്ചയായ രണ്ടാം തവണ അധികാരത്തിലെത്തുന്ന ആദ്യ പ്രധാനമന്ത്രിയാണ് ആന്റണി ആൽബനീസ്. ആൽബനീസിന്റെ നേതൃത്വത്തിലുള്ള മധ്യ ഇടത് കക്ഷിയായ ലേബർ പാർട്ടിയാണ് വിജയിച്ചത്. 86ഓളം സീറ്റുകളിലേക്ക് പാർട്ടി വിജയിച്ചു. 40% കഴിഞ്ഞ തവണത്തെ വോട്ട് വിഹിതം 49.7 വർദ്ധിപ്പിക്കാനും സാധിച്ചു. വൻ പരാജയമാണ് ലിബറൽ ദേശീയ സഖ്യം ഏറ്റുവാങ്ങിയത്. ലിബറൽ നേതാവ് പീറ്റർ ഡ്യൂട്ടൺ സ്വന്തം മണ്ഡലത്തിൽ പോലും പരാജയപ്പെട്ടു. 24 വർഷത്തോളം പ്രതിദാനം ചെയ്ത സീറ്റാണ് അദ്ദേഹത്തിന് നഷ്ടമായത്. പരാജയം അംഗീകരിച്ച ഡ്യൂട്ടൺ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എംപിമാരോട് മാപ്പ് പറഞ്ഞു. 150 അംഗ പ്രതിനിധി സഭയിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. 76 സെനറ്റിലെ 40 സീറ്റുകളിലേക്കും തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു. 21 വർഷത്തിനിടെ ഓസ്ട്രേലിയയിൽ തുടർച്ചയായി രണ്ടാം തവണ അധികാരത്തിലെത്തുന്ന ആദ്യ പ്രധാനമന്ത്രിയാണ് ആൽബനീസ്. ആഗോള വെല്ലുവിളികളെ തനതു ശൈലിയിൽ നേരിടാൻ ഓസ്ട്രേലിയക്കാർ വിധി എഴുതിയെന്ന് വിജയാഘോഷത്തിൽ ആൽബനീസ് പറഞ്ഞു. കടുത്ത ഭരണവിരുദ്ധ വികാരം നിലനിന്നിരുന്നുവെങ്കിലും മികച്ച മുന്നേറ്റം നടത്താൻ ലേബർ പാർട്ടിക്കായി. കടുത്ത ജീവിത ചെലവ് വർധനവും സാമൂഹ്യ പ്രശ്നങ്ങളും ഭരണവിരുദ്ധ വികാരമായി ഉയർത്തക്കാട്ടപ്പെട്ടിരുന്നു. ഓസ്ട്രേലിയയെ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് ആന്റണി ആൽബനീസ് വിജയാഹ്ലാദത്തിനിടെ പ്രഖ്യാപിച്ചു. And I do want to thank the Australian people for the very clear mandate that they've given my government. I promise to be a Prime Minister for all Australians, those who voted Labor, those who didn't, and hope to earn the trust of the Australian people on an ongoing basis. We are deeply humbled by the result on Saturday, and we don't take a second of it for granted. The hard work will continue today. We can make what is the best country on earth even better in the future. I am genuinely so optimistic that if we get this decade right, we can set Australia up for the many decades ahead. 30 വർഷമായി ഓസ്ട്രേലിയയുടെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ സജീവമായുണ്ട് 62-കാരനായ ആന്റണി ആൽബനീസ്. സിഡ്നി സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയതിനു ശേഷം 1984 ലേബർ പാർട്ടിയിൽ ചേർന്നത്. 96-ൽ തന്റെ 33-ാമത്തെ വയസ്സിൽ ആദ്യമായി പാർലമെന്റിലെത്തി. 2022-ലാണ് പ്രധാനമന്ത്രിയായത്. തനിക്ക് ടോറികളോട് പൊരുതാനാണ് ഇഷ്ടമെന്നും അതേ താൻ ചെയ്യുമെന്നും അതാണ് തന്റെ രാഷ്ട്രീയ മന്ത്രമെന്നും 2012-ൽ ആൽബനീസ് പറഞ്ഞിരുന്നു. എതിരാളികളായ ലിബറൽ പാർട്ടിയിലെ യാഥാസ്ഥിതികരെയാണ് ടോറികളെന്ന് വിളിക്കുന്നത്.